കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പരസ്പരം പോരുവിളിച്ച് ഗവർണറും എസ്എഫ്ഐ ഗുണ്ടാ സംഘടനയാണ് എന്നും ക്രിമിനലുകളാണ് പ്രതിഷേധം നടത്തുന്നത് എന്നുമായിരുന്നു സെമിനാറിന് എത്തിയ ഗവർണറുടെ വാക്കുകൾ. അപ്രിയകരമായി ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാർ ഹാളിലേക്ക് കയറിയത്. There may be 200 criminals. All of them have not yet come. What is important about it? Come on. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are hundas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that students are gundas? How can you say that students are gundas? I'm saying not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine. Let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking students? Get lost. How can you say that? Get lost. അതേസമയം കറുത്ത വസ്ത്രങ്ങളും കരിങ്കൊടിയും കറുത്ത ബലൂണുമായി എത്തിയ നിരവധി എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. സെമിനാർ ഹാളിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ മതിൽ ചാടിക്കടന്നെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവർണർ കൊലയാളിയാണെന്നും പ്രതിഷേധം കണ്ടില്ലെന്ന് പറഞ്ഞ് ഗവർണറെ പ്രതിഷേധം കാണിച്ചു കൊടുക്കുമെന്നും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടരും. അദ്ദേഹം നിങ്ങൾക്കുള്ള ഒരു മാനാഞ്ചിറയിലേക്കും മിഠായി തെരുവിലേക്കും പോവുക മാത്രമല്ല, ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുന്നവരുണ്ടായി. ഇപ്പൊ കൊലയാളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൊലയാളിയാണ്. അയാളുടെ പേക്കൂത്തും ഭ്രാന്തും കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യരെ കൊന്നതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ കൊലയാളിയെ ഈ നാട് തിരിച്ചറിയുമെന്നുള്ളതാണ് ഞങ്ങൾ സമരം. അല്ല, ഞങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധം ശക്തമാക്കും. ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള സമരം ഉണ്ടാവും. അല്ല, അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ അദ്ദേഹം പ്രതിഷേധം കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രതിഷേധം കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. അല്ല, അദ്ദേഹത്തെ കാണിക്കുന്ന നിലയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രചാരകൻ എന്ന വിഷയത്തിൽ സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിച്ച സെമിനാറിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിന്നു. എന്നാൽ സെമിനാറിൽ VC പങ്കെടുക്കാത്തതിനെക്കുറിച്ച് അറിയില്ല എന്ന് ഗവർണർ പറഞ്ഞു. ഇക്കാര്യം VC വിശദീകരിക്കട്ടെ എന്നും സെമിനാറിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. ശ്രദ്ധിക്കട്ടെ.